ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2023 മുഴുവൻ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് PSC ബുള്ളറ്റിനിൽ വന്ന കറണ്ട് അഫേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സ് 2023 നമ്മൾ ഇതിലൂടെ പഠിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്, അതുപോലെ നിങ്ങളുടെ ലൈക്ക് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ കറണ്ട് അഫേഴ്സിലേക്ക് കടക്കുകയാണ്. അതുപോലെ തന്നെ ഈ കറണ്ട് അഫേഴ്സിൻ്റെ PDF വേണമെന്നുള്ളവർക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. PSC പ്രിസം ഒഫീഷ്യൽ എന്ന് പറയുന്നതാണ് ടെലഗ്രാം ചാനൽ. അപ്പോൾ അതിൽ നമ്മൾ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട്, അതുപോലെ SCRT, അതുപോലെ ടോപ്പിക് വൈസ് ഒക്കെ നമ്മുടെ ക്വിസ് ബോട്ട് എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പുതിയ പാർലമെൻറ്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് 2023 മെയ് 28 അപ്പോൾ പുതിയ പാർലമെൻറ്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ചത്. 2023 മെയ് 28 ഡേറ്റ് കറക്റ്റ് ഓർത്ത് വയ്ക്കുക. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുഖ്യശില്പി ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. അപ്പോൾ ഈ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ശില്പി ആരാണ്? മുഖ്യശില്പി എന്ന് പറയുന്നത് ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ഏത് സംസ്ഥാനത്താണ്? അപ്പോൾ തുംഗനാഥിനെ നമ്മുടെ കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ചു. ഇത് തുംഗനാഥ് ഉത്തരാഖണ്ഡിലാണ്. മെയ്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം നടക്കുന്ന സംസ്ഥാനം മണിപ്പൂർ. അപ്പം മെയ്തി, കുങ്കി എന്നിവ മണിപ്പൂരിലെ ആദിവാസി സമുദായമാണ്. മെയ്തി, കുങ്കി എന്നിവ. അപ്പോൾ ഇവർക്ക് എന്താണ് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം നടക്കുന്നത് മണിപ്പൂരിലാണ്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയ നാണയം എത്ര രൂപയുടേതാണ്? 75 രൂപയുടെ നാണയമാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇറക്കിയത്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത മുത്തമിഴ് സെൽവിയാണ്. അപ്പോൾ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത ആരാണ്? മുത്തമിഴ് സെൽവിയാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത. 2023 ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ മിസൈൽ കോർവെറ്റ് ഏതാണ്? INS കിർപ്പാണാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി. പണത്തിന് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ എന്ത് ചെയ്തു? കോർവെറ്റ് വിറ്റു. ആർക്കാ വിറ്റത്? വിയറ്റ്നാമിന് എന്ത് ചെയ്തു? നമ്മുടെ മിസൈൽ കോർവെറ്റ് ഇന്ത്യ എന്ത് ചെയ്തു? പണത്തിന് വേണ്ടി വിയറ്റ്നാമിന് വിറ്റു. അപ്പോൾ അതിൽ നിന്ന് ഈ വിറ്റ രാജ്യം വിയറ്റ്നാമാണെന്നും മിസൈൽ ഏതാണ്? മിസൈൽ കോർവെറ്റാണ്. അതുപോലെ എന്തിനു വേണ്ടിയാണ്? INS കിർപ്പാൻ പണത്തിന് വേണ്ടിയാണ് വിറ്റത് എന്ന് ഒരു കോഡ് നമുക്ക് ഓർത്ത് വയ്ക്കാം. ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പ്രമേയമായി പുറത്തിറങ്ങുന്ന എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധിയുടെ വേഷം ചെയ്യുന്നത് കങ്കണ റണാവത്താണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പ്രമേയമായി പുറത്തിറങ്ങുന്ന സിനിമ ഏതാണ്? എമർജൻസി എന്നതാണ് സിനിമ. അതിൽ ഇന്ദിരാഗാന്ധിയായിട്ട് വേഷമിടുന്നത് കങ്കണ റണാവത്താണ്. ശശീന്ദ്രൻ മുത്തുവേലും ഭാര്യ ശുഭ ശശീന്ദ്രനും ചേർന്ന് പാപ്പുവ ന്യൂഗിനിയുടെ ഔദ്യോഗിക ഭാഷയായ ടോക്ക് പിസിനിലേക്ക് വിവർത്തനം ചെയ്ത കൃതിയാണ് തിരുക്കുറൽ. അപ്പോൾ തിരുക്കുറൽ ആരൊക്കെ ചേർന്നിട്ടാണ് വിവർത്തനം ചെയ്തത്? ശശീന്ദ്രൻ മുത്തുവേലും ശുഭ ശശീന്ദ്രനും. ശശീന്ദ്രൻ മുത്തുവേലും ആരാണ്? ശുഭ ശശീന്ദ്രനും ചേർന്നിട്ട് ഏത് ഭാഷയിലോട്ടാണ്? പാപ്പുവ ന്യൂഗിനിയുടെ ഔദ്യോഗിക ഭാഷയായ ടോക്ക് പിസിനിയിലോട്ട് എന്ത് ചെയ്തു? വിവർത്തനം ചെയ്തു തിരുക്കുറൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന നഗരം എന്ന് പറയുന്നത് സൂറത്ത് ആണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും
വലിയ ഓഫീസ് സമുച്ചയം എന്ന് പറയുന്നത് എവിടെയാണ് നിലവിൽ വരുന്നത്? സൂററ്റിലാണ്. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്? ഉത്തരാഖണ്ഡിലെ കോർബറ്റ് ടൈഗർ റിസർവ് ആണ്. ഉത്തരാഖണ്ഡിലാണ് കോർബറ്റ് ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. ഇവിടെയാണ് എന്തുള്ളത്? സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം കോർബറ്റ് ടൈഗർ റിസർവ്. കോർബറ്റ് ടൈഗർ റിസർവ് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. അടുത്ത്, ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? കടുവകൾ കൂടുതലുള്ളത് മധ്യപ്രദേശാണ്. എന്നാൽ കടുവകൾ കൂടുതലുള്ള സംരക്ഷണ കേന്ദ്രം ഏതാണ്? കോർബറ്റ് ടൈഗർ റിസർവ് ആണ്. ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ജാർഖണ്ഡാണ്. അപ്പോൾ ആനകൾ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നത് അറിയാനായിട്ട് എന്ത് ചെയ്യുന്നു? എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 വിക്ഷേപണ വാഹനം ഏതാണ്? LVM-3 ആണ് വിക്ഷേപണ വാഹനം. അപ്പോൾ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. 2023 ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റിലയാണ് ഔത്തൂർ വെറ്റില എന്ന് പറയുന്നത്. അപ്പോൾ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റിലയാണ് ഔത്തൂർ വെറ്റില. 2020 മക്കൾ വളർത്തി കൂന്താണി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ച് വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിതയാണ് പരപ്പിയമ്മ. അപ്പോൾ പരപ്പിയമ്മയ്ക്ക് ഏത് അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ചതിനാണ് അവാർഡ് ലഭിച്ചത്? കൂന്താണി അല്ലെങ്കിൽ മക്കൾ വളർത്തി, അല്ലെങ്കിൽ അതിൻ്റെ പേരാണ് കൂന്താണി എന്ന് പറയുന്നത്. ഈ അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ചതിന് അവർക്ക് എന്ത് കിട്ടി? കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ചു. സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ചത് പരപ്പിയമ്മയ്ക്കാണ്. തമിഴ്നാട്ടിലെ ആദ്യ വനിതാ പാപ്പാൻ ആരാണ്? ബെല്ലിയാണ് തമിഴ്നാട്ടിലെ ആദ്യ വനിതാ പാപ്പാൻ. അപ്പോൾ വനിതാ പാപ്പാനാണ് പോകുന്നത്. അപ്പോൾ ബെല്ലടിച്ചുകൊണ്ടാണ് പോകുന്നതെന്ന് ആലോചിക്കുക. തമിഴ്നാട്ടിലെ ആദ്യ വനിതാ പാപ്പാൻ ആരാണ്? ബെല്ലിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് ബുക്കാണ് ജിയോ ബുക്ക്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ലേണിംഗ് ബുക്ക് ഏത്? അത് ജിയോ ബുക്കാണ്. ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് ഏത് തടാകത്തിലാണ്? ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് ദാൽ തടാകത്തിലാണ്. കശ്മീരിലെ ദാൽ തടാകത്തിലാണ്. 14ാമത് ലോക സുഗന്ധവ്യഞ്ജന കോൺഗ്രസിന് വേദിയാകുന്ന നഗരം എവിടെയാണ്? മുംബൈയിലാണ്. അപ്പോൾ 14ാമത് ലോക സുഗന്ധവ്യഞ്ജന കോൺഗ്രസിന് വേദിയാകുന്ന നഗരം ഏതായിരുന്നു? മുംബൈയാണ്. ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് G20 സമ്മേളനത്തിന് വേദിയായത് ഗുരുഗ്രാമാണ്. അപ്പോൾ ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട G20 സമ്മേളനം നടന്നത് എവിടെയാണ്? ഗുരുഗ്രാമിലാണ് ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട G20 സമ്മേളനം നടന്നത്. ഫ്രാൻസിൻ്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ. അപ്പോൾ ഫ്രാൻസിൻ്റെ പരമോന്നത ബഹുമതിയാണ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ എന്ന ബഹുമതി. ഈ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി എന്നതാണ്. അപ്പോൾ ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരെന്താക്കി മാറ്റി? പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി ആക്കി മാറ്റി. അപ്പോൾ ചിലപ്പോൾ തിരിച്ച് വേണമെങ്കിലും ചോദിക്കാം, പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്നും ചോദിക്കാം. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയാണ്. വൺ വെബിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റ് മഹ്സാന, ഗുജറാത്തിലെ മഹ്സാനയാണ് വൺ വെബിൻ്റെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റാണ് മഹ്സാന. അത് ഗുജറാത്തിലാണ്. 2023 ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജയായ നോവലിസ്റ്റാണ് ചേതന മാരു. അപ്പോൾ ചേതന മാരുവിൻ്റെ പ്രത്യേകത എന്താണ്? 2023 ബുക്കർ പ്രൈസിൻ്റെ പ്രഥമ പട്ടികയിൽ ഇടം നേടിയ
വെസ്റ്റേൺ ലൈൻ അവരുടെ പുസ്തകത്തിൻ്റെ പേരാണ്. ചേതന മാരുവിൻ്റെ പുസ്തകം ആരാണ് വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം എഴുതിയത്? ചേതന മാരുവാണ്. ഇതാണ് ഇവരുടെ പ്രത്യേകത. എന്താണ്? ഇന്ത്യൻ വംശജയായ നോവലിസ്റ്റാണ്. 2023 ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വനിതയാണ് ചേതന മാരു. ഇതാണ് ആള്. കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഏത് പദ്ധതി പ്രകാരമാണ്? അപ്പോൾ കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അതേത് പദ്ധതി പ്രകാരമാണ്? ഭാരത് NCAP എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരം കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് എന്ന പദവി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ആ പദ്ധതിയുടെ പേരെന്താണ്? ഭാരത് NCAP. രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് ചെന്നൈയിലാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് എവിടെയാണ്? ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെൻറ്റർ നിലവിൽ വരുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഡ്രോൺ കോമൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് ചെന്നൈയിലും ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെൻറ്റർ നിലവിൽ വരുന്നത് തമിഴ്നാട്. രണ്ടും എവിടെ തന്നെയാണ്? തമിഴ്നാട്ടിലാണ്. രാജ്യത്തെ തിരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ പദ്ധതി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയാണ്. അപ്പോൾ രാജ്യത്തെ തിരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയാണ്. എന്ത് ചെയ്യുക? രാജ്യത്തെ തിരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്ന പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ പ്രഭാത ഭക്ഷണം പദ്ധതി ആദ്യമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് കുലശേഖര പട്ടണത്തിലാണ്. അപ്പോൾ ISROയുടെ ആദ്യത്തെ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കുലശേഖര പട്ടണം, തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബ് സ്ഥാപിക്കുന്നത് ലക്നൌവിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ലക്നൌവിലാണ്. ആരുടെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പുസ്തകമാണ് മെമ്മറീസ് നെവർ ഡൈ? മെമ്മറീസ് നെവർ ഡൈ എന്നത് APJ അബ്ദുൽ കലാമിൻ്റെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകം രചിച്ചത് ആരാണ്? മെമ്മറീസ് നെവർ ഡൈ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് നസീമ മരക്കാറും YS രാജനും ചേർന്നാണ്. ഏത്? മെമ്മറീസ് നെവർ ഡൈ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് APJ അബ്ദുൽ കലാമിൻ്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. ടാൻസാനിയയിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ അനാച്ഛാദനം ചെയ്തത്? അപ്പോൾ S ജയശങ്കർ ടാൻസാനിയയിൽ അനാച്ഛാദനം ചെയ്ത പ്രതിമ ആരുടേതാണ്? സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമ. എവിടെയാണ്? ടാൻസാനിയയിലാണ്. 2023 ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുത്ത മുൻ ക്രിക്കറ്റ് താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കറാണ്. 2023 തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുത്ത മുൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയിലെ ആദ്യ ബയോസയൻസ് സിനിമയാണ് ദി വാക്സിൻ വാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസയൻസ് സിനിമ ഏത് എന്ന് ചോദിച്ചാൽ ദ വാക്സിൻ വാർ. ഇത് സംവിധാനം ചെയ്തത് വിവേക് അഗ്നിഹോത്രയാണ്. വാക്സിൻ വാർ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ വാക്സിൻ വാറിലെ രണ്ട് വായുണ്ട്. വാക്സിൻ വാർ രണ്ട് വായുണ്ട്. അപ്പോൾ വിവേക് അഗ്നിഹോത്രയാണ് എന്ത് ചെയ്തത്? ഈ സിനിമ സംവിധാനം ചെയ്തത്. അപ്പോൾ ഇതെന്തുമായി ബന്ധപ്പെട്ടതാണ്? കൊറോണ മഹാമാരിയും അതിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ്റെ കണ്ടുപിടുത്തവും അവതരിപ്പിക്കുന്ന ചിത്രമാണ് ഏത്? നമ്മുടെ ദ വാക്സിൻ വാർ എന്ന് പറയുന്ന വിവേക് അഗ്നിഹോത്രി സംവിധാനം ചെയ്ത സിനിമ. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എൽബ്രോസ് പർവ്വതം കീഴടക്കിയ IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ. അപ്പോൾ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എൽബ്രോസ് ആണ്. ഈ എൽബ്രോസ് പർവ്വതം കീഴടക്കിയ IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വരുന്നത് എവിടെയാണ്? ലഡാക്കിലാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് എവിടെയുള്ളതാണ്? ലഡാക്കിലാണ്. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് 23. അപ്പോൾ നമ്മുടെ ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് 23. ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ 8 വരി എലിവേറ്റഡ് അതിവേഗ പാത ഏതാണ്? ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ 8
8 വരി എലവേറ്റഡ് അതിവേഗ പാതയാണ്. 8 വരിയാണ് അതിവേഗ പാതയാണ്. ഏതാണ്? ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴി എന്ന് പറയുന്നത് രാമേശ്വരം മാനമധുര ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴി ഏതാണ്? രാമേശ്വരം മാനമധുര. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷയാണ് കുയി ഭാഷ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ എന്ത് ചെയ്തു? അംഗീകാരം നൽകിയൊരു ഭാഷ. ആ ഭാഷയാണ് കുയി ഭാഷ. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചർ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചർ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അഗ്രികൾച്ചർ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ചത് തെലങ്കാനയിലാണ്. 2023 G20 ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടന ചിത്രം പഥേർ പാഞ്ചാലിയാണ്. അപ്പോൾ 2023 G20 ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു? പഥേർ പാഞ്ചാലി. മധ്യപ്രദേശിന് ശേഷം ഹിന്ദിയിൽ MBBS പഠനം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അപ്പം ആദ്യമായിട്ട് ഹിന്ദിയിൽ MBBS പഠനം ആരംഭിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശിന് ശേഷം രണ്ടാമതായിട്ട് ഹിന്ദിയിൽ MBBS പഠനം ആരംഭിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡാണ്. വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിൻ്റെ ഭാഗമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു. അപ്പോൾ ബംഗളൂരുവിൻ്റെ പ്രത്യേകത എന്താണ്? വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിൻ്റെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യൻ നഗരം വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറം. അതിൻ്റെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂർ ആണ്. ഇപ്പം 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ്? നാഗ്പൂർ. 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത് നരേന്ദ്രമോദി. ഇപ്പോൾ 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡ് ആർക്കാണ് കിട്ടിയത്? നരേന്ദ്രമോദിക്കാണ്. അടുത്ത് വന്ദേ ഭാരതിൻ്റെ സൗകര്യങ്ങളോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി റെയിൽവേ ആരംഭിക്കുന്ന നോൺ AC ട്രെയിൻ സർവീസാണ് വന്ദേ സാധാരൺ. അപ്പോൾ സാധാരണക്കാർക്കല്ലേ, അപ്പോൾ എന്താണ്? വന്ദേ സാധാരൺ നോൺ AC ആണ് എന്നേ ഉള്ളൂ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് നീറ്റിലിറക്കിയ 6ാമത്തെ യുദ്ധക്കപ്പലാണ് വിന്ധ്യാഗിരി. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് നീറ്റിലിറക്കിയ 6ാമത്തെ യുദ്ധക്കപ്പൽ ഏത്? പേര് കേട്ടാൽ തന്നെ ഒരു ഇന്ത്യയുടെ പേരുമായിട്ട് നല്ല സാമ്യമുണ്ട്. അപ്പോൾ തദ്ദേശീയമായിട്ട് ഇറക്കിയത് വിന്ധ്യാഗിരിയാണ്. വിന്ധ്യാഗിരി. അവകാശികളില്ലാതെ 10 വർഷത്തിലേറെയായ ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ഉദ്ഗം പോർട്ടൽ ആരംഭിച്ച സ്ഥാപനമാണ് RBI. അപ്പോൾ RBI ആരംഭിച്ച പോർട്ടലാണ് ഏത്? ഉദ്ഗം. അതിൻ്റെ പ്രത്യേകത എന്താണ്? അവകാശികളില്ലാതെ 10 വർഷത്തിലേറെയായി ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഉദ്ഗം പോർട്ടൽ. ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതകൾ ആരൊക്കെയാണ്? അപ്പോൾ ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച കരുത്തുറ്റ വനിതകളിൽ ലോകത്തിലെ തന്നെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതകൾ 4 പേരുണ്ട്. ആരൊക്കെയാണ്? കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. 32ാം റാങ്കാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനുള്ളത്. അതുപോലെ റോഷ്നി നാടാർ മൽഹോത്ര. റോഷ്നി നാടാർ മൽഹോത്രയുടെ പ്രത്യേകത HCL കോർപ്പറേഷൻ്റെ CEO ആണ് റോഷ്നി നാടാർ മൽഹോത്ര. സോമ മോണ്ടാൽ. സോമ മോണ്ടാൽ ആരാണ്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണാണ് സോമ മോണ്ടാൽ. കിരൺ മജുംദാർ ഷാ. ബയോകോണിൻ്റെ സ്ഥാപകയാണ് കിരൺ മജുംദാർ ഷാ. ഇവർ 4 പേരുമാണ് ഫോബ്സ് മാസികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള വനിതകൾ എന്ന് പറയുന്നത്. ഇനി ഈ ഫോബ്സ് മാസികയിൽ 1ാം റാങ്ക് കിട്ടിയ വനിത ആരാണ്? യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡൻ്റായ ഉർസുല വോണ്ടൻ ലയനാണ്. ഉർസുല വോണ്ടൻ ലയൻ അവരാണ് എന്ത്? 1ാം റാങ്ക് നേടിയ വനിത. ആഗോളതലത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? റിസർവ് ബാങ്ക് ഗവർണറായ ശക്തികാന്ത ദാസിനെയാണ്. അതായത് ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ്റെ റിപ്പോർട്ടിലാണ് ഈ അംഗീകാരം അദ്ദേഹത്തിന് ലഭിച്ചത്. ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായി തിരഞ്ഞെടുത്തത് റിസർവ് ബാങ്ക് ഗവർണറായ ശക്തികാന്ത ദാസിനെയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ജീവിതകഥ പറയുന്ന പുസ്തകമാണ് ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിൻഡർ ലാൻഡ്സ് ടു റൈസിന ഹിൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ദ്രൗപദി മുർമുവിൻ്റെ കഥ പറയുന്ന പുസ്തകം.
ഇന്ത്യ അധ്യക്ഷത വഹിച്ച 2023 18ാമത് G20 ഉച്ചകോടിയുടെ ആപ്തവാക്യം എന്താണ്? വസുദൈവ കുടുംബകം എന്നതായിരുന്നു. അപ്പോൾ 2023 18ാമത് G20 ഉച്ചകോടിയുടെ അധ്യക്ഷമാണ് ആര് വഹിച്ചത്? ഇന്ത്യ വഹിച്ചത്. ഇതിൻ്റെ ആപ്തവാക്യമാണ് വസുദൈവ കുടുംബകം. ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചർ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പുതിയ പേരെന്താണ്? സംവിധാൻ സദൻ. അപ്പോൾ പഴയ പാർലമെൻറ്റ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സംവിധാൻ സദൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പശ്ചിമ ബംഗാളിൻ്റെ ബ്രാൻഡ് അംബാസഡർ സൗരവ് ഗാംഗുലിയാണ്. ബംഗാളിൻ്റെ സിംഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? സൗരവ് ഗാംഗുലി. അദ്ദേഹമാണ് പശ്ചിമ ബംഗാളിൻ്റെ ബ്രാൻഡ് അംബാസഡർ. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിലേക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ. അപ്പോൾ ശ്രേഷ്ഠ പദ്ധതി ആരുമായി ബന്ധപ്പെട്ടതാണ്? പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ. രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക ഏതാണ്? പഞ്ചാബിലെ അഡാരി വാഗ അതിർത്തിയിൽ ഉയർത്തിയതാണ്. രാജ്യത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക 418 അടിയാണ് ആ ദേശീയ പതാകയുടെ ഉയരം. എവിടെയാണ്? പഞ്ചാബിലെ അഡാരി വാഗ അതിർത്തിയിലാണ് ഈ ദേശീയ പതാക ഉയർത്തിയത്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര. ഓപ്പറേഷൻ ചക്ര എന്തുമായി ബന്ധപ്പെട്ടതാണ്? സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര 2. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരമെന്ന ബഹുമതി തുടർച്ചയായ 3ാം തവണയും നേടിയതാരാണ്? കൊൽക്കത്തയാണ്. അപ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏതാണ്? ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരങ്ങളിൽ 1ാം സ്ഥാനം എന്ന ബഹുമതി 1ാം തവണ കിട്ടി, 2ാം തവണ കിട്ടി. ഇപ്പോൾ 3ാം തവണയും നേടിയതാരാണ്? കൊൽക്കത്തയാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ 126ാം ജന്മവാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ 21 ദ്വീപുകൾക്ക് എന്ത് ചെയ്തു? യുദ്ധവീരന്മാരുടെ പേരുകൾ നൽകി. അപ്പോൾ 21 ജവാന്മാർക്ക് നമ്മുടെ ദ്വീപുകൾക്ക് എന്ത് ചെയ്തു? യുദ്ധവീരന്മാരുടെ പേരുകൾ നൽകിയിട്ടുണ്ട് 21 ദ്വീപുകൾക്ക്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ എത്രാം ജന്മവാർഷികാഘോഷമാണ്? 126ാം ജന്മവാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നൽകിയത്. ഭാരതത്തിൻ്റെ ഏത് സേനയുടെ പതാകയാണ് 2023 പുതുക്കിയത്? അപ്പോൾ 2023 വ്യോമസേനയുടെ പതാക എന്ത് ചെയ്തു? പുതുക്കുകയുണ്ടായി. G20 കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി ഭാരതം വഹിച്ചത് ഏതുവരെയാണ്? 2023 നവംബർ 30 വരെയാണ്. ഡിസംബർ 1 പദവി ബ്രസീൽ ഏറ്റെടുത്തു. അപ്പോൾ 2023 നവംബർ 30 വരെ G20യുടെ അധ്യക്ഷ പദവി ആർക്കുണ്ടായിരുന്നു? ഇന്ത്യക്കുണ്ടായിരുന്നു. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്പേസ് പോർട്ട് നിർമ്മിക്കുന്നത് എവിടെയാണ്? അത് ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം കുലശേഖരപട്ടണം, തൂത്തുക്കുടി, തമിഴ്നാട്ടിലാണ്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്കായി 33% സീറ്റുകൾ സംവരണം ചെയ്ത നിയമത്തിൻ്റെ പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാരി ശക്തി വന്ദൻ അധിനിയത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണുക. അപ്പോൾ രാജ്യത്തെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? അത് ഡൽഹിയിലാണ്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ഡൽഹിയിലാണ്. മലയാളി കൂടിയായ മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ TN ശേഷൻ്റെ ആത്മകഥയാണ് തകർന്ന ഗ്ലാസ്സിലൂടെ, ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്. ഇത് മരണാനന്തരം 2023 ഇത് പുറത്തിറങ്ങിയത്. അതിൻ്റെ പേരാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് അഥവാ തകർന്ന ഗ്ലാസ്സിലൂടെ. ആരുടെയാണ്? TN ശേഷൻ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂടിയായ TN ശേഷൻ്റെ ആത്മകഥയാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ലയാണ് ഏത്? കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയാണ് കൊല്ലം ജില്ല. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല
ഖുസാറ്റാണ്. വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്തത്? ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല. 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് കണ്ണൂരാണ്. അപ്പോൾ കണ്ണൂരിന് നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ല കൊല്ലമാണ്. അതുപോലെ 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് എവിടെയാണ്? കണ്ണൂറാണ്. ഈ 2023 ലൈബ്രറി കോൺഗ്രസിന് വേദിയായത്. കേരളത്തിൻ്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നകൈ എന്ന പേരിൽ നടത്താനൊരുക്കുന്നത്? ഏതാണ്? മന്ദഹാസം പദ്ധതിയാണ്. തമിഴ്നാട്ടിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? പുന്നകൈ. ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത് കേരളമാണ്. 13ാമത്തെ സ്ഥാനമാണ് അതിൽ കേരളത്തിനുള്ളത്. അപ്പം ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങളിൽ 13ാമത്തുള്ളത് ഏതാണ്? നമ്മുടെ കേരളമാണ്. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗമാണ് PT ഉഷ. അപ്പോൾ രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗമാണ് ആര്? PT ഉഷ. 61ാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണ കപ്പിന് അർഹമായ ജില്ല ഏതാണ്? കോഴിക്കോടാണ്. 61ാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണ കപ്പ് കിട്ടിയത് ഏത് ജില്ലയ്ക്കാണ്? കോഴിക്കോട് ജില്ലയ്ക്കാണ്. താഴെ പറയുന്ന സൂചികകളിൽ നിന്ന് എഴുത്തുകാരിയെ തിരിച്ചറിയുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രശസ്തയായ കന്നഡ നോവലിസ്റ്റ്, വിവർത്തക, ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തയാണ്. ചന്ദ്രഗിരിയെ തീരാദല്ലി അതായത് ചന്ദ്രഗിരിയുടെ തീരങ്ങളിൽ ആണ് ആദ്യ നോവൽ. ഐഷാറ മദല്ലി എന്ന യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട്. മാധവിക്കുട്ടിയുടെ മനോമി, PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങി നിരവധി കൃതികൾ മലയാളത്തിൽ നിന്നും കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇവരാരാണ്? ഇതാണ് സാറ അബൂബക്കർ. കന്നഡയിലെ ആദ്യ മുസ്ലിം എഴുത്തുകാരിയാണ് ആര്? സാറ അബൂബക്കർ. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവർ മാധവിക്കുട്ടിയുടെ മനോമി, PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ ഇതൊക്കെ മലയാളത്തിൽ നിന്ന് കന്നഡയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. രണ്ടായിരത്തി 21-22 മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് ഏതാണ്? മികച്ച ജില്ല 2021-22 അത് കൊല്ലം ജില്ലയാണ്. 22-23 ആണെങ്കിൽ അത് തിരുവനന്തപുരം ജില്ലയാണ്. മികച്ച കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ 2021-22 മികച്ച ജില്ലയ്ക്കുള്ളത് കൊല്ലം ജില്ല. മികച്ച കോർപ്പറേഷൻ ആണെങ്കിൽ ഏതാണ്? തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടിയാണ്. മികച്ച ഗ്രാമപഞ്ചായത്ത് മുളംതുരുത്തി. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയതാരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പിയുടെ കൃതിയാണ് കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും. എഴുതിയത് ശ്രീകുമാരൻ തമ്പി. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് MB രാജേഷാണ്. MB രാജേഷിൻ്റെതാണ് പരാജയപ്പെട്ട കമ്പോള ദൈവങ്ങൾ. 2023 മാർച്ച് 30 100 വയസ്സ് പൂർത്തിയായ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ 2023 മാർച്ച് 30 100 വയസ്സ് പൂർത്തിയാക്കിയ കേരള ചരിത്രത്തിലെ നാഴികക്കല്ല ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളിയാണ് ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ. പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ആരാണ്? ജസ്റ്റിസ് K വിനോദ് ചന്ദ്രനാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. മലയാള സിനിമയിലെ ആദ്യ നായികയുടെ 120ാം ജന്മദിനം ഗൂഗിൾ ഡൂഡിൽ ആഘോഷിച്ചിരുന്നു. നായികയുടെ പേരെന്താണ്? PK റോസി. കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത വർഷമെന്നാണ്? 2023 ഏപ്രിൽ 25 കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ നമ്മുടെ നരേന്ദ്രമോദി വന്ദേ ഭാരത് എന്ത് ചെയ്തു? ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ എക്സ്പ്രസ് ട്രെയിനാണ് വന്ദേ ഭാരത്. 2023 ഏപ്രിൽ 25 കേരള
കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട് ഏതാണ്? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ്. നമ്മുടെ കേരളത്തിനുള്ളിൽ തന്നെ ആലോചിച്ചാൽ മതി. കേരളത്തിൽ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത് അങ്ങ് മുതൽ ഏതാണ്? വടക്ക് തെക്കായിട്ട്. അപ്പോൾ തിരുവനന്തപുരം, കാസർഗോഡ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുതിയ ലോഗോയാണ് കുതിച്ച് ചാടുന്ന ചീറ്റയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ലോഗോ എന്താണ്? കുതിച്ച് പായുന്ന ചാടുന്ന ചീറ്റ. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോയാണ്. അപ്പോൾ കൊച്ചി വാട്ടർ മെട്രോ ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ, കൊച്ചി വാട്ടർ മെട്രോയാണ്. 2023 ഗ്ലോബൽ ജീനോം ഇനിഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് ഗ്ലോബൽ ജീനോം ഇനിഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് കിട്ടിയത് 2023. ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി റോബർട്ട് ആനയെ ഇരിഞ്ഞാടപ്പള്ളി രാമൻ ഉപയോഗിച്ച കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രം ഏതാണ്? ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃശ്ശൂർ. അപ്പോൾ ആ ആനയുടെ റോബർട്ട് ആനയുടെ പേരെന്താണ്? ഇരിഞ്ഞാടപ്പള്ളി രാമൻ എന്നാണ് ആനയുടെ പേര്. അത് ഉപയോഗിച്ചത് ഏത് ക്ഷേത്രത്തിലാണ്? ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃശ്ശൂറാണ്. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലമാണ് കുമരകം. അപ്പോൾ G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം ഏതാണ്? കുമരകമാണ്. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരമാണ്. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനാരാണ്? M. ഷാജറാണ്. സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനാരാണ്? ഷാജർ. യുവജന കമ്മീഷൻ ഷാജർ. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് മീനങ്ങാടി, വയനാടാണ്. അപ്പോൾ വയനാട്ടിലെ മീനങ്ങാടി പഞ്ചായത്തിന് എന്ത് കിട്ടി? കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം ലഭിച്ചു. വയനാട്ടിലെ മീനങ്ങാടി പഞ്ചായത്തിനാണത്. ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് VK മോഹൻ കമ്മീഷൻ. അപ്പോൾ മോഹൻ കമ്മീഷൻ എന്താണ്? നമ്മുടെ മലപ്പുറത്തെ താനൂരിലുണ്ടായ തൂവൽ തീരം ബീച്ചിലെ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള കമ്മീഷനാണ് VK മോഹൻ കമ്മീഷൻ. നീതി ആയോഗിൻ്റെ 2020-21 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ 2020-21 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയത് ആരാണ്? കേരളമാണ്. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നത്? അപ്പോൾ ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ വെച്ച് എവിടെയാണ്? പൊന്മുടി, തിരുവനന്തപുരത്തെ പൊന്മുടിയിൽ വെച്ചിട്ടാണ് ഏഷ്യൻ മൗണ്ട് ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. രാജ്യത്തിൻ്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? ചെറുവയ്ക്കൽ, തിരുവനന്തപുരത്തെ ചെറുവയ്ക്കലിലാണ് രാജ്യത്തിൻ്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായിട്ട് എന്ത് വരുന്നത്? യുദ്ധസ്മാരകം വരുന്നത്. ചെറുവയ്ക്കൽ, തിരുവനന്തപുരം. ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമാണ് കേരളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് അനന്യ മലയാളം. അപ്പോൾ അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതി ഏതാണ്? അനന്യ മലയാളമാണ്. മുൻ മന്ത്രി KK ശൈലജ ടീച്ചറുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ്. അപ്പോൾ ശൈലജ ടീച്ചറുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയാണ് പത്മാലക്ഷ്മി. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മാലക്ഷ്മിയാണ്. കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത ആരാണ്? S. സന്ധ്യയാണ്. കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത. കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് PT ഉഷയാണ്. അപ്പോൾ കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആദ്യത്തെ ഓണററി ഡോക്ടറേറ്റ് ആർക്കാണ്? PT ഉഷയ്ക്കാണ് കിട്ടിയത്. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് ഏതാണ്? പയ്യന്നൂരാണ്. മലബാറിലെ ആദ്യ ഫിഷറീസ് കോളേജ് പയ്യന്നൂർ.
ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമി. അപ്പോൾ ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരനാണ് അഭിലാഷ് ടോമി. അദ്ദേഹത്തിൻ്റെ പായ് വഞ്ചിയുടെ പേരെന്താണ്? ബയാനത്ത് എന്നാണ്. ബയാനത്ത് ചിലപ്പോൾ ആരുടെ പായ് വഞ്ചിയാണെന്ന് ചോദിക്കാം. അത് അഭിലാഷ് ടോമിയുടെ പായ് വഞ്ചിയുടെ പേരാണ് ബയാനത്ത്. ഗോൾഡൻ ഗ്ലോബ് ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരന്മാരാണ് നമ്മുടെ അഭിലാഷ് ടോമിയാണ്. സൗരയുധത്തിൽ ചൊവ്വാഗ്രഹത്തിനും വ്യാഴത്തിനുമിടയ്ക്ക് കാണപ്പെടുന്ന ഛിന്നഗ്രഹ മേഖലയിൽപ്പെട്ട 33928 എന്ന നമ്പറിലുള്ള ഛിന്നഗ്രഹത്തിന് ഏത് മലയാളിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്? അശ്വിൻ ശേഖറിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. എത്രയാണ് നമ്പർ? 33928 എന്ന ഛിന്നഗ്രഹത്തിനാണ് അശ്വിൻ ശേഖറിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2023 ഒരുമയുടെ പഴമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് ഏത് ജില്ലയിൽ വച്ചാണ്? അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ വെച്ചാണ് ഏതാണ് കുടുംബശ്രീ സംസ്ഥാന കലോത്സവമായ അരങ്ങ് 2023 ഒരുമയുടെ പഴമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് തൃശ്ശൂർ ജില്ലയിലാണ്. ഇതിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് കാസർഗോഡ് ജില്ലയാണ്. അപ്പോൾ ഒരുമയുടെ പഴമ എന്ന് പറയുന്ന കുടുംബശ്രീ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം ആർക്കാണ്? കാസർഗോഡിനാണ്. തൃശ്ശൂർ ജില്ലയിൽ വെച്ചാണ് ഇത് നടന്നത്. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങുന്ന ഓൺലൈൻ റേഡിയോയാണ് റേഡിയോ ശ്രീ എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ഏതാണ്? റേഡിയോ ശ്രീ ആണ്. കേരളത്തിൽ കുടുംബശ്രീ ദിനം എന്നാണ് മെയ് 17 കേരളത്തിൽ കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കുന്നത്. സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന കെ-ഫോൺ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2023 ജൂൺ 5 അപ്പോൾ കെ-ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2023 ജൂൺ 5 കെ-ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. 2023 ജൂണിൽ തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തിയുടെ പേരാണ് ഡ്രാപ്പോസ സെബാസ്ത്യാനി എന്ന് പറയുന്നത്. അപ്പോൾ 2023 ജൂണിൽ തിരുനെല്ലിയിലാണ് ഈ ചിലന്തിയെ കണ്ടെത്തിയത്. അതിൻ്റെ പേരാണ് ഡ്രാപ്പോസ് സെബാസ്ത്യാനി എന്ന് പറയുന്നതാണ് ചിലന്തിയുടെ പേര്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയത് കേരളമാണ്. അപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡാണ് കലങ്ങുമുകൾ പുനലൂർ നഗരസഭയിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡാണ് കലങ്ങുമുകളാണ്. എവിടെയാണ്? പുനലൂർ നഗരസഭ, കൊല്ലം ജില്ലയിലാണ്. നിലവാരമറിഞ്ഞ് കഴിക്കാം. ഈറ്റ് റൈറ്റ് കേരള. എന്താണ് ഈറ്റ് റൈറ്റ് കേരള എന്ന് നോക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈറ്റ് റൈറ്റ് കേരള. എന്താണ് ഈറ്റ് റൈറ്റ് കേരള എന്ന് പറഞ്ഞാൽ നിലവാരമറിഞ്ഞ് കഴിക്കാം എന്നതാണ്. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈറ്റ് റൈറ്റ് കേരള. KSRTCയിൽ വരുത്തിയ ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ UITPയുടെ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. UITPയുടെ ആസ്ഥാനം ഏത് രാജ്യത്താണ്? ബെൽജിയത്തിലാണ് UITPയുടെ ആസ്ഥാനം ബെൽജിയമാണ്. അപ്പോൾ KSRTCയിൽ കേരളത്തിൽ വരുത്തിയ ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ എന്ത് ലഭിച്ചു? അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. അതിൻ്റെ ആസ്ഥാനം UITPയുടെ ആസ്ഥാനം എവിടെയാണ്? ബെൽജിയമാണ്, ബെൽജിയം. എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചത് PS ശ്രീധരൻ പിള്ളയാണ്. എൻ്റെ പ്രിയ കഥകൾ PS ശ്രീധരൻ പിള്ള.
കലാശാസനകൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ രചിച്ചതാരാണ്? ചെറായി രാമദാസിൻ്റെ കൃതിയാണ് കലാശാസനങ്ങൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ. ഈ കൃതി രചിച്ചത് ചെറായി രാമദാസാണ്. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമ 2018. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമ ഏതാണ്? 2018 സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ട്രേറ്റാണ് കോട്ടയം കളക്ട്രേറ്റ്. അപ്പോൾ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ട്രേറ്റ് ഏതാണ്? കോട്ടയം കളക്ട്രേറ്റാണ്. കേരള നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾ മെയ് 22 ഉദ്ഘാടനം ചെയ്തത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറാണ്. അപ്പോൾ കേരള നിയമസഭാ മന്ദിരത്തിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങൾ മെയ് 22 ഉദ്ഘാടനം ചെയ്തത്. അതാരാണ് ഉദ്ഘാടനം ചെയ്തത്? ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖറാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് കവടിയാറാണ്. അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് എവിടെയാണ്? കവടിയാറിലാണ്. ONV കുറുപ്പിൻ്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴി മാറ്റിയത് ഡോക്ടർ സുഷമ ശങ്കറാണ്. അപ്പോൾ ONV കുറുപ്പിൻ്റെ ഏത് കവിതാ സമാഹാരമാണ്? അക്ഷരം. അതിനെ കന്നഡയിലേക്ക് അക്ഷര എന്ന പേരിൽ എന്ത് ചെയ്തു? സുഷമ ശങ്കർ മൊഴി മാറ്റി എഴുതിയിട്ടുണ്ട്. 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി വനിതയാണ് ഗീത AR ആണ്. അപ്പോൾ 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം ഗീത ARനാണ് ലഭിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് നിഖിത ജോബിയാണ്. വടക്കേക്കര ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമാരാണ്? നിഖിത ജോബി, വടക്കേക്കര ഗ്രാമപഞ്ചായത്ത്. 2023 സത്യപ്രതിജ്ഞ ചെയ്തത്. രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? കേരള സർവകലാശാലയാണ്. രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അതും കേരളമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. അപ്പോൾ സംസ്ഥാനത്തെ കോർപ്പറേഷനാണ് കോർപ്പറേഷൻ കോർപ്പ്. അപ്പോൾ സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ ക്ലീൻ കോർപ്പാണ്. നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും ദാരിദ്ര്യ നിരക്ക് കുറഞ്ഞത് ഏത് സംസ്ഥാനമാണ്? കേരളമാണ്. ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ്. നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല ഏതാണ്? എറണാകുളം ജില്ലയിൽ ദാരിദ്ര്യം ഇല്ല. 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അപ്പോൾ 2023 ജൂലൈയിൽ ഈ പദ്ധതിക്ക് എന്ത് കിട്ടി? നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ചത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാതയാണ് ശക്തൻ നഗർ, തൃശ്ശൂരിലാണ്. ശക്തൻ നഗർ ആകാശ നടപ്പാത. ഇതാണ് ശക്തൻ നഗറിലെ ആകാശ നടപ്പാത എന്ന് പറയുന്നത്. ഈ നടപ്പാതയ്ക്കാണ് എന്ത് കിട്ടിയത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത എന്ന ബഹുമതി ലഭിച്ചത് ശക്തൻ നഗറാണ്, തൃശ്ശൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡിലിവർ കണ്ണാടിപ്പാലം വാഗമണിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡിലിവർ കണ്ണാടിപ്പാലം ഏത് ആണ്? അത് വാഗമണാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡിലിവർ കണ്ണാടിപ്പാലം വാഗമൺ. കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് ഇത്തിരി നേരം ഒത്തിരി കാര്യം. അപ്പോൾ കേരള പോലീസിൻ്റെ നേതൃത്വത്തിലുള്ളതാണ് ദൈനംദിന സോഷ്യൽ മീഡിയ പ്രോഗ്രാമാണ്, ക്യാമ്പയിനാണ്. ഏതെന്ന് പറയുന്നത്? ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറയാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ചക്കിട്ടപ്പാറ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ വനിതാ ഇൻ്റർനാഷണൽ ചെസ് മാസ്റ്റർ ഡോക്ടർ നിമ്മി M. ജോർജ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇൻ്റർനാഷണൽ ചെസ് മാസ്റ്റർ ആരാണ്? ഡോക്ടർ നിമ്മി M. ജോർജ് ആണ്.
കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര ഏതാ? പച്ചക്കുതിരയാണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം 333 രൂപ. ഇപ്പോൾ അത് നിലവിൽ 346 രൂപയാണ്. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം, തിരുവനന്തപുരം. അപ്പോൾ കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് എവിടെയാണ്? പാളയം, തിരുവനന്തപുരത്ത് പാളയത്താണ് ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോസ്കോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ഫോസ്കോസ് എന്താണ്? ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോസ്കോസ്. അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് പുലിക്കയം, കോഴിക്കോടാണ്. അപ്പം അന്തർദേശീയ കയാക്കിംഗ് സെൻറ്റർ എവിടെയാണ്? കേരളത്തിലെ പുലിക്കയത്താണ്, കോഴിക്കോട് ജില്ലയിലാണ്. ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ DGCAയുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വനിത. അപ്പോൾ ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ DGCAയുടെ ലൈസൻസ് നേടിയ വനിത, കേരളത്തിലെ വനിത ആരാണ്? റിൻഷ പട്ടയ്ക്കലാണ്. റിൻഷ പട്ടയ്ക്കൽ. പട്ടം പറത്തൽ എന്നൊക്കെ ആലോചിച്ചാൽ മതി. അതുപോലെ ഡ്രോൺ പറത്തൽ DGCAയുടെ ലൈസൻസ് കിട്ടിയത് ആർക്കാണ്? റിൻഷ പട്ടയ്ക്കലാണ്. 43,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളിയാണ് ജിതിൻ വിജയൻ. അപ്പോൾ ജിതിൻ വിജയൻ്റെ പ്രത്യേകത എന്താണ്? 43,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളിയാണ് ജിതിൻ വിജയൻ. തീരദേശവാസികളായ യുവതീ-യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സാഗർമാല. അപ്പോൾ സാഗർമാല പദ്ധതി എന്താണ്? തീരദേശവാസികളായ യുവതീ-യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാഗർമാല. പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമുന്നതി. സമുന്നതി എന്ന് പറയുന്നത് എന്താണ്? പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി പട്ടികജാതി, അതിൽ തന്നെ ജാതിയിൽ തന്നെ സമുന്നതി. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ. അപ്പോൾ കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന എന്താണ്? ഓപ്പറേഷൻ ഇ സേവ. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ നടത്തിയ പരിശീലനം മിന്നൽ പരിശോധന ഏതാണ്? വിജിലൻസിൻ്റെ മിന്നൽ പരിശോധന, അതാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജ. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനായി കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന കുടുംബശ്രീ പദ്ധതി ഏതാണ്? സജ്ജമാണ്, സജ്ജം. പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതി പ്രകാരം PT ഉഷ MP തിരഞ്ഞെടുത്ത ആദ്യ പഞ്ചായത്ത്. അപ്പോൾ പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതിയാണ്. സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതി പ്രകാരം PT ഉഷ MP തിരഞ്ഞെടുത്ത ആദ്യ പഞ്ചായത്ത് ഏതാണ്? പള്ളിക്കത്തോടാണ്. കോട്ടയം ജില്ലയിലാണ് ഈ പള്ളിക്കത്തോട്. കാരിച്ചാൽ കായൽ ഈക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് വിഴിഞ്ഞത്താണ്. അപ്പോൾ കാരിക്കച്ചായൽ, വിഴിഞ്ഞത്തെ ഈക്കോ ടൂറിസം പദ്ധതി ഏതാണ്? കാരിക്കച്ചാൽ കായൽ ഈക്കോ ടൂറിസം പദ്ധതിയാണ് വിഴിഞ്ഞത്ത് വരുന്നത്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ബീറ്റ്സ്. ബീറ്റ്സ് എന്താണ്? ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായിട്ട് നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ബീറ്റ്സ്. 2023 സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ 4 പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രമാണ് എഴുത്തോല. 2023 സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ 4 പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രം ഏതാണ്? എഴുത്തോലയാണ്. സംവിധാനം സുരേഷ് കൃഷ്ണൻ, സംഗീത സംവിധാനം മോഹൻ സിത്താര.
കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതി റേഷൻ റൈറ്റ് കാർഡ് എന്നതാണ്. റേഷൻ റൈറ്റ് കാർഡ് എന്തിനാണ്? കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതി റേഷൻ റൈറ്റ് കാർഡ്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ്. അപ്പോൾ അതിഥി ആപ്പ് എന്താണ്? അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ്. വാർദ്ധക്യ സഹജമായ ജീവിതശൈലീ രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയായ കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്നത് ലോക ബാങ്കാണ്. സംസ്ഥാനത്തെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുസ്. അപ്പോൾ മിഷൻ ഇന്ദ്രധനുസ് എന്താണ്? 5 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുസ്. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം. ഇലക്ട്രോണിക് വാഹന ഉൽപ്പാദക രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. അപ്പോൾ കേരളം എന്ത് ചെയ്തു? ഇലക്ട്രോണിക് വാഹന ഉൽപ്പാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ചത് കേരളത്തിലാണ്. സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ കോക്ടെയിൽ. അപ്പോൾ ഓപ്പറേഷൻ കോക്ടെയിൽ എന്താണ്? സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ കോക്ടെയിൽ. 2023-2024 സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി എന്ന് പറയുന്നത് കൊല്ലമാണ്. 2023-24 വർഷത്തെ സ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല തൃശ്ശൂർ. അപ്പോൾ 2023-24 സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം. കലോത്സവം കൊള്ളാം. അപ്പോൾ കൊല്ലം. 2023-24 വർഷത്തെ സ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല ഏതാണ്? അത് തൃശ്ശൂരാണ്. കായികമേള തൃശ്ശൂരാണ്. കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ്? അപ്പോൾ ഇതാണ് കേരളീയം 2023 ലോഗോ എന്ന് പറയുന്നത്. ഈ ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബോസ് കൃഷ്ണമാചാരിയാണ് കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത്. കേരളത്തിൻ്റെ 24 ഭൂപടങ്ങൾ ചേർത്ത് വെച്ചാണ് ലോഗോ സൃഷ്ടിച്ചിരിക്കുന്നത്. തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹമായ പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചതാര്? അപ്പോൾ തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹമായ പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് സുധീർ കുമാറാണ്. തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് ഏത് ജില്ലയിലാണ്? എറണാകുളം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കുന്നതിനായി അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യമാണ് മിഷൻ സേഫ് ബ്രത്ത്. അപ്പോൾ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കുന്നതിന് വേണ്ടി അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യം ഏതാണ്? മിഷൻ സേഫ് ബ്രത്താണ്. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ചെറുതന, ആലപ്പുഴ. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിലെ ചെറുതനയാണ്. തിരുവനന്തപുരം പാങ്ങോട് വേദിയായ ഫ്രിഞ്ചെക്സ് 23 സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യയും ഫ്രാൻസും തമ്മിലാണ് ഫ്രിഞ്ചെക്സ് 23 സംയുക്ത സൈനികാഭ്യാസമാണ്. ഫ്രിഞ്ചെക്സ് 23 സൈനികാഭ്യാസം ആരൊക്കെ തമ്മിലാണ്? നമ്മുടെ ഇന്ത്യയും ഫ്രാൻസും തമ്മിലാണ്. ടി പത്മനാഭൻ്റെ സിനിമയാക്കിയ ആദ്യ കഥയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി. സംവിധാനം ജയരാജാണ്. അപ്പോൾ ടി പത്മനാഭൻ്റെ സിനിമയാക്കിയ ആദ്യ കഥ ഏതാണ്? പ്രകാശം പരത്തുന്ന പെൺകുട്ടി. ഇത് സംവിധാനം ചെയ്തത് ജയരാജാണ്. പ്രസിഡൻസ് കളർ ബഹുമതി നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗണ്ണറി സ്കൂള് ഏതാണ്? INS ദ്രോണാചാര്യ കൊച്ചിയാണ്. അപ്പോൾ പ്രസിഡൻസ് കളർ ബഹുമതി നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗണ്ണറി സ്കൂളാണ് INS ദ്രോണാചാര്യ കൊച്ചി. നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജൽശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. ഇന്ത്യയിലെ ആദ്യ സൗരോർജ ക്രൂയിസറാണ് ഇന്ദ്ര എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ക്രൂയിസർ ഇന്ദ്ര.
കേരളത്തിലെ ആദ്യ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ടാണ് സൂര്യാംശു. അപ്പോൾ കേരളത്തിലാണെങ്കിൽ സൂര്യാംശു, ഇന്ത്യയിലാണെങ്കിൽ ആദ്യത്തെ ക്രൂയിസർ ഇന്ദ്രയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയ അത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ്. അപ്പോൾ ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ് കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത്. 25 വർഷം പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടിയുടെ പേരാണ് രചന. വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി നവകിരണം. അപ്പോൾ വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി എന്താണ്? നവകിരണമാണ്. കേരളത്തിലെ അങ്കണവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതിയാണ് അങ്കൻ ജ്യോതി. അപ്പോൾ എന്താണ് അങ്കൻ ജ്യോതി? കേരളത്തിലെ അങ്കണവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതി അങ്കൻ ജ്യോതി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ല്. അപ്പം എന്താണ് മാരിവില്ല്? യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടി മാരിവില്ല്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഫോഴ്സ് കേരള പോലീസിൻ്റെ മാർഗനിർദ്ദേശത്തോടെ നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് കുട്ടി യോദ്ധാവ്. സംവിധാനം കലന്തർ ബഷീറാണ്. അപ്പം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഫോഴ്സ് ആണ് കേരള പോലീസിൻ്റെ മാർഗനിർദ്ദേശത്തോടെ നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് കുട്ടി യോദ്ധാവ്. സംവിധാനം ചെയ്തതാരാണ്? കലന്തർ ബഷീറാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ചു ഭൂപ്രദേശം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിനോട് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായത്. പാലക്കാട് ജില്ല 2ാം സ്ഥാനത്തായി. അപ്പോൾ 1ാം സ്ഥാനത്ത് നിന്ന് പാലക്കാട് ജില്ല ഇപ്പോൾ 2ാം സ്ഥാനത്തായി. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇടുക്കി ജില്ലയാണ്. എറണാകുളം വില്ലേജിലെ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിൻ്റെ കുറച്ച് ഭാഗം എന്ത് ചെയ്തു? ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിനോട് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായി മാറിയത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയത് കേരളമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. കൂടുതൽ ചികിത്സ നൽകിയ സംസ്ഥാനം കാഴ്ച പരിമിതിക്കാർക്കായി പ്രത്യേകം ലഭ്യമാക്കിയ സേവനങ്ങൾക്ക് മികവുറ്റ പ്രവർത്തനങ്ങൾ എന്നീ 2 വിഭാഗങ്ങളിലാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ കാഴ്ച പരിമിതർക്കായി പ്രത്യേകം ലഭ്യമാക്കിയ സേവനങ്ങൾക്ക് മികവുറ്റ പ്രവർത്തനങ്ങൾ എന്നീ 2 വിഭാഗങ്ങളിലാണ് പുരസ്കാരം നൽകിയത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പലാണ് ചൈനയിൽ നിന്നുള്ള ഷെൻഹുവോ 15 ആണ്. അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണ്? ചൈനയിൽ നിന്നുള്ള ഷെൻഹുവോ 15. സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? കോ ബാങ്ക് ആണ്. അപ്പോൾ സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്കാണ് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ഏത്? കോ ബാങ്ക് എന്ന് പറയുന്നത്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി ഏതാണ്? കെടാവിളക്കാണ്. അപ്പോൾ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പ് പദ്ധതി ഏതാണ്? കെടാവിളക്ക്. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയത് പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ക്രിസ്റ്റോഫ് സനൂസിയാണ്. എന്ത് നേടിയത്? 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയത് ക്രിസ്റ്റോഫ് സനൂസിയാണ്. പോളിഷ് സംവിധായകനും നിർമ്മാതാവുമാണ് അദ്ദേഹം. തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ സിനിമ ഏതാണ്? ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന ചിത്രത്തിനാണ് അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ആണ് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന ചിത്രത്തിന് ലഭിച്ചത്. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരം മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡ്
തടവ് എന്ന സിനിമയ്ക്കാണ് ഇത് സംവിധാനം ചെയ്തത്. ഫാസിൽ റസാഖാണ് തടവ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത്. അപ്പോൾ സുവർണ ചകോരം ലഭിച്ചത് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന ചിത്രത്തിനും രജത ചകോരം ലഭിച്ചത് ഏതാണ്? തടവ് എന്ന് പറയുന്ന ചിത്രത്തിനുമാണ്. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ആട്ടത്തിനാണ് കിട്ടിയത്. സംവിധാനം ആനന്ദ് ഏകർഷിയാണ്. അപ്പോൾ ഈ ആട്ടം എന്ന സിനിമയ്ക്ക് ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സംവിധായകനെ ഓർത്തു വയ്ക്കുക, ആനന്ദ് ഏകർഷി. ആനന്ദ് ഏകർഷിയാണ് ആട്ടത്തിൻ്റെ സംവിധായകൻ. നമ്മൾ ആട്ടമാടുമ്പോൾ നല്ല ആനന്ദമായിരിക്കുമല്ലോ. അപ്പോൾ ആട്ടത്തിൻ്റെ സംവിധായകൻ ആരാണ്? ആനന്ദ് ഏകർഷിയാണ്. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരമാണ് ആർക്ക് കിട്ടിയത്? ആട്ടത്തിന് കിട്ടിയത്. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് അയൽക്കൂട്ടാംഗങ്ങളെ സ്കൂളുകളിൽ എത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള കുടുംബശ്രീ ക്യാമ്പയിനാണ് തിരികെ സ്കൂളിൽ. കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? പോഷക സമൃദ്ധി മിഷനാണ്. കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പോഷക സമൃദ്ധി മിഷൻ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടം എവിടെയാണ്? ഫ്ലോറ ഫാൻറ്റസിയാണ് വളാഞ്ചേരി, മലപ്പുറത്ത്. അപ്പോൾ മലപ്പുറത്തെ വളാഞ്ചേരിയിലുള്ള ഫ്ലോറ ഫാൻറ്റസിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടം. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6496 അതായത് 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് ഉജ്ജീവനം. അപ്പോൾ ഉജ്ജീവനം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബശ്രീ പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യുക? അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് ഉജ്ജീവനം. കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് മാനവീയം വീഥി, തിരുവനന്തപുരമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് എവിടെയാണ്? മാനവീയം വീഥി, തിരുവനന്തപുരത്തെ മാനവീയം വീഥിയിലാണ് കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല മലപ്പുറമാണ്. അപ്പോൾ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവമാണ്. അവിടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഏത് ജില്ലയ്ക്കാണ്? മലപ്പുറം ജില്ലയ്ക്കാണ്. പാലക്കാട് 2ാം സ്ഥാനവും കണ്ണൂർ 3ാം സ്ഥാനവും നേടി. 142 പോയിന്റുകളുമായി കാഞ്ഞങ്ങാട് ദുർഗ HSS ആണ് സ്കൂൾ തലത്തിൽ ഒന്നാമത്. അപ്പോൾ ശാസ്ത്ര കലോത്സവത്തിൽ 1ാം സ്ഥാനം കിട്ടിയത് ആർക്കാണ്? ശാസ്ത്രോത്സവത്തിൽ 1ാം സ്ഥാനം കിട്ടിയത് കാഞ്ഞങ്ങാട് ദുർഗ HSSനാണ്. 142 പോയിന്റ്. മലപ്പുറമാണ് 1ാം സ്ഥാനം. നെതർലൻഡ് ആസ്ഥാനമാക്കി ആയുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ BCI ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായി വളരുന്ന 24 ടെക് നഗരങ്ങളുടെ പട്ടികയിലുള്ള കേരളത്തിലെ നഗരം തിരുവനന്തപുരമാണ്. അപ്പം ഇവിടെ എന്താണ്? നെതർലൻഡ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ BCI ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തിലെ ഏറ്റവും ആകർഷണീയമായി വളരുന്ന 24 ടെക് നഗരങ്ങളുടെ പട്ടികയിലുള്ള കേരളത്തിലെ നഗരം ഏതാണ്? തിരുവനന്തപുരമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1ാം സ്ഥാനമുള്ള സംസ്ഥാനം ഏതാണ്? അതും നമ്മുടെ കേരളമാണ്. കേരളത്തിനാണ് 1ാം സ്ഥാനം. അടുത്ത് 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് കെനിയൻ സംവിധായിക വനൂരി കഹിയു ആണ്. അപ്പോൾ വനൂരി കഹിയു, ഇതാണ് വനൂരി കഹിയു. ഇവർ കെനിയൻ സംവിധായകയാണ്. ഇവരുടെ പ്രത്യേകത എന്താണ്? 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന പുരസ്കാരം നേടിയതാരാണ്? കെനിയൻ സംവിധായക വനൂരി കഹിയു. സ്പിരിറ്റ് വനൂരി, അതിൽ രണ്ടിലും ഒരു രായുണ്ട്. സ്പിരിറ്റ് വനൂരി കഹിയു. ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരം,
ഔദ്യോഗിക പുഷ്പം പെരിയപോളത്താലി, ഔദ്യോഗിക പക്ഷി വെള്ളവയറൻ, കടൽപ്പരുന്ത്. ഔദ്യോഗിക മൃഗമേതാണ്? കാൻഡോർസ് ജയന്റ്, സോഫ്റ്റ് ഷെൽ ടർട്ടിൽ, ശുദ്ധജല ആമയാണ്. കാൻഡോർസ് ജയന്റ് സോഫ്റ്റ് ഷെൽ ടർട്ടിലാണ്, ശുദ്ധജല ആമയാണ് ഔദ്യോഗിക മൃഗം. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ഏത് രാജ്യത്താണ്? നേപ്പാളിലാണ്. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റിയാണ്, നേപ്പാളിലെ ത്രിഭുവൻ യൂണിവേഴ്സിറ്റിയാണ് എന്ത് ചെയ്തത്? കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് എവിടെ ഉൾപ്പെടുത്തിയത്? പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് നേപ്പാളിലാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ അമ്യൂസ്മെൻറ്റ് പാർക്ക് എവിടെയാണ്? വിസ്മയ, കണ്ണൂർ. അമ്യൂസ്മെൻറ്റ് പാർക്ക് വിസ്മയാണ്, കണ്ണൂരാണ്. ഇതിൻ്റെ പ്രത്യേകത സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ അമ്യൂസ്മെൻറ്റ് പാർക്ക്. എല്ലാത്തിലും ഒരു സായുണ്ട്, സൗരോർജ്ജത്തിൽ, അമ്യൂസ്മെൻറ്റിലും വിസ്മയിലും ഒക്കെ. അടുത്തെന്താണ്? ഒരു സമര നൂറ്റാണ്ട്, KV സുധാകരൻ. VS അച്യുതാനന്ദൻ്റെ 100ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ പുസ്തകമാണെന്ത്? ഒരു സമര നൂറ്റാണ്ട്. പുസ്തകം പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹമാണ് VSAT. അപ്പോൾ പൂർണ്ണമായും വനിതകൾ, അതായത് തിരുവനന്തപുരം പൂജപ്പുര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് ഉപഗ്രഹം നിർമ്മിച്ചത്. കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാ വയലറ്റ് റേഡിയേഷനുകളുടെ സ്വാധീനം നിരീക്ഷിക്കലാണ് ഈ ഉപഗ്രഹത്തിൻ്റെ ലക്ഷ്യം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് നടത്തിയ പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതാരാണ്? ചാണ്ടി ഉമ്മൻ UDF സ്ഥാനാർത്ഥിയായിട്ടാണ് വിജയിച്ചത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേര് NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം, തിരുവനന്തപുരം. അതാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിനിട്ടിരിക്കുന്ന പേര്. ആരുടെ പേരാണ്? NV കൃഷ്ണവാര്യർ സ്മാരകം എന്നാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേര്. തിരുവനന്തപുരത്താണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ്. അപ്പോൾ കേരളം ആദ്യമായാണ് ഏതിന്? ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത്. അതെവിടെയാണ്? എറണാകുളത്ത്, കൊച്ചിയിലാണ്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് സ്പേസ്. അപ്പോൾ ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു? സ്കൂൾ അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നു? വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണം ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് സ്പേസ്. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് ബാലമിത്ര 2.0. അപ്പോൾ ബാലമിത്ര 2.0 എന്ന് പറയുന്നത് എന്താണ്? കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യുന്ന പദ്ധതി. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ആരോഗ്യ വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ബാലമിത്ര 2.0 എന്ന് പറയുന്ന പദ്ധതി. കഥകളി കലാകാരനായ കോട്ടയ്ക്കൽ ശിവരാമൻ്റെ ആത്മകഥയാണ് സ്ത്രൈണം എന്ന് പറയുന്നത്. അപ്പോൾ കഥകളി കലാകാരനായ കോട്ടയ്ക്കൽ ശിവരാമൻ്റെ ആത്മകഥ ഏതാണ്? സ്ത്രൈണമാണ്. സ്ത്രൈണം. ഇതാണ് കോട്ടയ്ക്കൽ ശിവരാമൻ. അപ്പോൾ ഡിയേഴ്സ്, നമ്മൾ വിചാരിച്ചത് ഈ ഒരു കറണ്ട് അഫേഴ്സിൻ്റെ പാർട്ട് കംപ്ലീറ്റ് ആക്കണമെന്നാണ് നമ്മൾ വിചാരിച്ചത്. 2023 മുഴുവൻ ഭാഗങ്ങളും കംപ്ലീറ്റ് ആക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒത്തിരി അധികം ഇപ്പം തന്നെ 1 മണിക്കൂറിന് പുറത്തായി. അപ്പോൾ ഇത് ഒരു 2 വീഡിയോ ആക്കി ചെയ്യാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതാകുമ്പം ഈ 2 വീഡിയോയിൽ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളിത് ഈ കണ്ടൻറ്റ് മുഴുവൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു ഭാഗം പോലും വിട്ടുപോകാത്ത രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച 2023 കറണ്ട് അഫേഴ്സ് മുഴുവൻ ഭാഗങ്ങളും A to Z വരെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മിസ് ചെയ്യാതെ എല്ലാവരും കാണുക. അതുപോലെ തന്നെ നമ്മുടെ PSC പ്രിസം ഒഫീഷ്യൽ എന്ന് പറയുന്ന ടെലഗ്രാം ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം PDF നോട്ട് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവയുടെ എല്ലാം കറണ്ട് അഫേഴ്സ് അതുപോലെ മറ്റ് ഡെയിലി ക്വിസുകളൊക്കെ നമ്മൾ ടെലഗ്രാം ചാനലിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത ഇതിൻ്റെ പാർട്ട് 2 ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.